ചാനൽക്കും പറ ഹോമിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചിരുന്നു. നാളിട്ട വീഡിയോ ചോദിച്ചിരുന്നു നമ്മളെ സുറുമപ്പുള്ളീൻ്റെ പേരിനെ കാണിച്ചു തരുവാണ്. അത് നമ്മളൊരു വീഡിയോ ഉൾപ്പെടുത്തിയാണ്, എന്നാലും ഇതിലൊന്നും ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മളെ സബ്ജിപ്പുള്ളീനെ വിരളക്കാൻ ഒരു ബ്രോ പറഞ്ഞിരുന്നു. അപ്പം സബ്ജിപ്പുള്ളീനെ വിരളക്കാൻ നമ്മൾ ഫീമെയിലിനെ അത് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ്. വീഡിയോൻ്റെ കുറച്ച് ഇതിൽ ഉൾപ്പെടുത്തിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ടെണ്ണത്തിൽ നിന്ന് വിട്ടാണ്. അപ്പം ഒരു മെയിൽ ബേഡ് മാറി ചവിട്ടിയ ബേഡുണ്ട്, അപ്പുറത്തെ വരുന്ന മുകളിൽ ചവിട്ടിയ ബേഡുണ്ട്. അതിനൊന്ന് നേർക്ക് ചവിട്ടിച്ച്. അപ്പം അതൊക്കെ നമ്മൾ വീഡിയോ ഉണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പം നമ്മളെ വീഡിയോ ഇനി മുതൽ ഫിഷിങ്ങിൻ്റെ വീഡിയോ വരുന്നതാണ്. അപ്പം അതും കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാട്ടോ നമ്മൾ സബ്ജിപ്പുള്ളിൻ്റെ പേര്. നമ്മൾ ഒരു ബ്രോ നമ്മൾ ചോദിച്ചിരുന്നു ഇതിൻ്റെ വിര ഫിറ്റ് കുറവാണ് വിര ഇളക്കാൻ. നമ്മൾ പെടപ്രാൻ്റെ വിര നമ്മൾ ഇളക്കിയതാണ് ഒരു വട്ടം, പീഡിങ് കഴിഞ്ഞാൽ ഇളക്കിയതാണ്. മേൽബേഡിൻ്റെ നമ്മൾ വിര ഇളക്കില്ല. കാരണം എന്താ വെച്ചാൽ ആ മേൽബേഡിനെ എവിടെയും പേർ ചേർത്തിട്ടുമില്ല, എവിടെയും പറത്തിച്ചിട്ടുമില്ല, വെട്ടിയിട്ട പേരായിരുന്നു. നമ്മൾ ഇവിടെ നിന്നാണ് ഫുൾ ചേർക്ക് ബേഡിന് കൊടുത്തത്. പിന്നെ പറത്തിയാം എന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടാണ്. പിന്നെ അതിന് പറ്റിയ പെടപ്രാവിൻ്റെ അല്ലാണ്ട് ഞാൻ ജോഡി ചേർത്താണ്. മേൽബേഡ് ചെറിയൊരു ഫിറ്റ് കുറവുണ്ട്, റെഡിയാക്കി എടുക്കണം. ഫീമെയിൽ ബേഡ് നമ്മൾ വിര ഇളക്കിയ ബേഡാട്ടോ. ബ്രീഡിങ് കഴിഞ്ഞ് വിര ഇളക്കിയതാണ് കേട്ടോ. ഇവിടെ ബ്രീഡിങ് കഴിഞ്ഞ ഫീമെയിലാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ സബ്ജിപ്പുള്ളിൻ്റെ പേര്. ഫീമെയിൽ ബേഡ് ഫുൾ ഫിറ്റാണ് കേട്ടോ. അത് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. മെയില് ചെറുതായിട്ടൊന്ന് ഫിറ്റ് കുറഞ്ഞാണ്, അത് റെഡിയാക്കി എടുക്കാനുള്ളൂ. പിന്നെ നമ്മളെ സുറുമപ്പുള്ളിൻ്റെ പേര് ഒരാൾ നല്ലപോലെ കാണിച്ചിട്ട് വെച്ചിന്. നമ്മൾ മുട്ടയ്ക്ക് ഇരിക്കണോണ്ട് നല്ലപോലെ കാണിച്ചില്ല. എന്നാൽ മുട്ടയ്ക്ക് ഇരിക്കാനാണ്, പക്ഷേ നമ്മൾ അവൈക്കൂട്ടിയുടെ പ്രായം നല്ലപോലെ കാണിച്ചു തരാം. അപ്പോൾ കേട്ടോ നമ്മൾ സുറുമപ്പുള്ളിൻ്റെ പേരിപ്പം മുടക്കി ഇരിക്കുകയാണ്. ഇതുവരെ ലൈന് പെട്ട പേരട്ടോ. വില അടിക്കാണ്ടാണ് ജോഡി ചേർത്ത്. ഇതിൻ്റെ 2 വട്ടം എഗ് ഇട്ടിരുന്നു. ഫസ്റ്റത്തെ എഗ്ഗ് കൂട്ടുന്ന മുട വീണ് പൊട്ടിപ്പോയി. പിന്നത്തെ എഗ്ഗാണ് ഇതുള്ളത്. മുടക്ക് റിസൾട്ട് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ബേഡ് കേട്ടോ. നമ്മളെ കഴിഞ്ഞ മുന്നത്തെ വീഡിയോ ചോദിച്ചിരുന്നു, സുറുമപ്പുള്ളിനെ വ്യക്തമായിട്ട് കാണിച്ചു തരുവാണ്. അപ്പോൾ ഇതാണ് ബേഡ്. പിന്നെ നമ്മളിന്ന് പറത്തിക്കൊണ്ട് പറഞ്ഞില്ലേ, ആ പ്രാക്കളാട്ടോ ഇത്. ഇവ രണ്ടാളാണ് നമ്മളിന്ന് വിടാൻ പോണത്. ഇനി ചെറുതായിട്ട് നമുക്ക് ഒഴിച്ചിട്ടുണ്ട്, തലമേല കണ്ടില്ലേ, ഡേ വരുന്നുണ്ട് പണ്ട്. പിന്നെ ഇവലാണ്, കാരണം ഇതിൻ്റെ മറ്റേതിൻ്റെ 3ാമത്തെ വിടലാണിത്. സുറുമപ്പുള്ളിൻ്റെ തന്തപ്രാവാണ് നമ്മൾ കൊണ്ടുവന്നാണ് ജോഡി ചേർത്തിന്. ഫീമെയിൽ എഗ് ഇടാനയക്കണ്. ഇതിൻ്റെ 3ാമത്തെ വിടലാണ് സുറുമപ്പുള്ളിൻ്റെ. ഇത് പിന്നെ നമ്മളിവിടെ വിട്ട് ശീലമുള്ള പ്രാവായതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ വിടണത്. ഇത് കൃത്യം ഓടുമ്പോൾ ചവിട്ട് കൂടെ പറക്കാര ഓരോ കൂടെ നന്നായിട്ട് പാറും. ഇവ രണ്ടാളും നമ്മളിന്ന് വിടാൻ ഉദ്ദേശിച്ചത്. അവൻ്റെ പറവ് തുടങ്ങിയാണ്. രണ്ടാള് ഞാൻ നോക്കാം എന്താ പാട്, അങ്ങനെ പറവ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. പിന്നെ ഒറ്റക്കുണ്ടാണ്ടോ, ഞാൻ നാൾ വെച്ചാൽ ഫോൺ അവിടെ വെച്ചാണ് വീഡിയോ എടുക്കുക. അങ്ങനെ പറവുമ്പോൾ ഒറ്റക്കാണ് നടത്തുന്നത്. ആരെയും കിട്ടുമോക്കട്ടെ, ആരെയും കിട്ടാണ് സ്കോഡാക്കണത്. എന്തായാലും പ്രാവിൻ്റെ പറവുണ്ട്. നമ്മളെ കുഞ്ഞ് മുകളിൽ കയറിയാണ്, തന്തപ്രാവ് അടിയിൽ ആഞ്ഞ് പറക്കുകയാണ്. ഇന്നലെ നല്ല പാറീന് ഇവിടെ, ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ തന്തപ്രാവ് ഇവിടെ പാറീന്. ഇന്നത്തെ പാട് പ്രവാ ഭാഗത്തൊക്കെ വരിയനെ. ഇന്നലെ വിട്ടൊരു പ്രാവ് മാറി ചവിട്ടി കേട്ടോ, അവിടെ നിങ്ങൾ കണ്ടാവും ഒഴോട്. ഇന്നലെ തന്തപ്രാവ് ഈ ഓടുമേലെ വന്ന് ചവിട്ടിയത്, മാറി ചവിട്ടീനി. അപ്പം ഇന്ന് നമുക്ക് ചവിട്ടി നേരെ ആക്കും വേണം. പ്രാവായി ആ ഓടിന് തന്നെ റൗണ്ട് അടിക്കണതും. എന്തായാലും പ്രാവ് പറക്കുന്നുണ്ട്. ഇന്ന് വിട്ടതിൻ്റെ മെയിൻ ഉദ്ദേശം വെച്ചാൽ ചവിട്ടിങ്, ലാൻഡിങ് പ്രാവിൻ്റെ.
ലാൻഡിങ് നേരെ കിട്ടാനാണ് മെയിൻ ഉദ്ദേശമായിട്ട് പ്രാവിനെ വിട്ടുന്നത്. അപ്പം നമ്മൾ നോക്കാം, നമുക്ക് ഇറങ്ങാൻ നേരത്ത് വീഡിയോ എടുക്കാം. അപ്പം ഇന്നലെ ഇവിടെ നിന്ന് ഒരു പ്രാവ് മിസ്സായിക്കും, ഞങ്ങൾ പറയാൻ വിട്ടുപോയി. രാത്രി നമ്മൾ ഷെഡിലുള്ള ഫുഡ് കൊടുക്കലൊക്കെ, പക്ഷെ ഫുഡ് കൊടുത്ത് കൂട്ട് കയറ്റാൻ ഒരു പ്രാവ് മിസ്സിങ്ങാണ്. മൊത്തം അടിച്ച് പറിച്ച് മൊത്തത്തിൽ തിരിഞ്ഞ് പെരൻ്റെ ചുറ്റും മോൾ ഭാഗം മൊത്തം തിരിഞ്ഞപ്പോഴും ആളെ കാണാനില്ല. അവിടെ പോയി എന്തായെന്ന് അറിയില്ല. നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ടൊരു വൈറ്റിൻ്റെ ഒരു പേരാ മെയിൽബാട. കാരണം ഫുൾച്ചറക്ക് വന്നിട്ടില്ല. വന്നാൽ പാറിക്കോളും, പാരായാലും പ്രാവ് ഇവിടെ നിന്ന് ഇറങ്ങും. അത്രയും കൺഫേം ആയിട്ടുള്ള മെയിൽബാടാണ്. ചില ഇവിടെ ഞാൻ ഒരിട്ട് ചുറ്റിച്ച് ഇറക്കിയാണ്. അതിന് ശേഷം വിട്ടപ്പോൾ ഫുള്ള് പ്രാവ് ലാൻഡിങ് ഒക്കെ അടിപൊളിയായി കിട്ടിയാണ്. ബോഡിയും കാണില്ല. അപ്പുറത്ത് തൊടിയിലും ഇവിടെയൊക്കെ നോക്കി, അവിടെയും ഓടില്ല. ബേഡിന് എന്തായി, അവിടെ പോയി ഒന്നും അറിയില്ല. എന്തായാലും ഇനി പ്രാവ് ഇറങ്ങുമ്പോൾ കാണാം. പ്രാവിൻ്റെ പറവാനുള്ളത് നമ്മൾ മെയിൽബേഡ് ഏകദേശം ലാൻഡിങ്ങിൽ വരുന്നുണ്ട്. അതൊന്ന് പ്രാവ് നമുക്കൊരു വെട്ട് കാണിച്ചു കൊടുക്കാം. പ്രാവിനെ എപ്പോൾ ഇറക്കുമ്പോഴും ഒരു വെട്ട് കാണിച്ചു കൊടുക്കാൻ എപ്പോഴും നല്ലത് കേട്ടോ. വെട്ടിടാൻ പോണ് സിറാസിന് കേട്ടോ. ഇട്ടിട്ട് പ്രാവ് താന്നാണ്. പ്രാവ് താന്നു കേട്ടോ, രണ്ടാണ് താന്നാണ്. സ്വർമ്മപ്പുള്ളിയും മറ്റെന്താണ് കേട്ടോ പ്രാവ്. പ്രാവിന് മൂന്നാമത്തെ വിടലാണ്. ഫസ്റ്റ് വിടലിൽ പ്രാവ് ഈ ഓടുമേൽ ചവിട്ടി. ഫസ്റ്റ് വിടലിൽ ഈ ഓടുമേൽ ഇതുപോലെ ആണോ? ഫസ്റ്റ് വിടൽ ഇട്ടിട്ട് കുറേ ആയി, അത്ര ഉറപ്പില്ല. എന്തായാലും പ്രാവിന് ഇന്നലെ വിട്ടേൽ ഇന്നലെ ആ ഓടുമേൽ ചവിട്ടി. അവിടുത്തെ ഓടുമേൽ പ്രാവ് പാറി നേരെ അവിടെ വന്നാൽ ചവിട്ടി, ഇവിടെ ചവിട്ടീനി. അപ്പം ഇന്ന് നമ്മളെ റെഡിയാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് എടുത്തിട്ടത്. എന്തായാലും നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. പ്രാവ് നല്ല ലാൻഡിങ് കിട്ടി ഓടുമേൽ തന്നെ. പിന്നിപ്പോൾ അടുത്തത് പറഞ്ഞാൽ ആളെ പിടിക്കണം. ആൾ കുറച്ചൊന്ന് ഇതായാണ്, ക്ഷീണിച്ച് വീണ്. അപ്പോൾ ആളെ വയക്കൂട്ട് കയറണമെങ്കിൽ നമുക്ക് എല്ലാ ഷെഡിനുള്ളിൽ കയറ്റണം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക. ഞാൻ ഒരു വീഡിയോയിലും പറയലില്ല, ആവശ്യക്കാരുണ്ട് നിൽക്കിക്കോളുമല്ലോ, അടുത്തിടെ നിൽക്കൽ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മളെ ചാനലിൽ ഇനി മുതൽ ഫിഷിങ്ങിൻ്റെ വീഡിയോ വരുന്ന കേട്ടോ. ഇന്നലെ റീൽസ് ഇട്ടാണ്, സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇന്നലെ. ഇനി മുതൽ അതും വരും. അപ്പം ബൈ.